ഹായ് ഫ്രണ്ട്സ്, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ്. സ്റ്റോക്ക് ബൈ ആൻഡ് സെൽ എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. സോ റിസ്ക് മനസ്സിലാക്കി മാത്രം കാണുക. നിങ്ങൾ ഈ കാണുന്ന ആപ്പില്ലേ, ഈ ആപ്പിൽ ജസ്റ്റ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 300 റുപ്പീസ് നിങ്ങളുടെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആവും. അത് എങ്ങനെയാണെന്നും ജസ്റ്റ് അതിന്റെ ഡെമോ വെച്ചും എക്സാമ്പിൾ വെച്ചും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. റിസ്ക് ഉണ്ട്, പറയുന്നത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് മാത്രം കംപ്ലീറ്റ് ആക്കുക. ഡീറ്റെയിൽ വോയിസ് നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഇൻട്രോ പറഞ്ഞാൽ നേരെ കിട്ടും. അപ്പോൾ നേരെ പോകാം. ലിങ്ക് വേണ്ടവർ കമന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കമന്റ് ബോക്സ് ഒന്ന് പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലോട്ട് ആ പേയ്മെന്റ് വേണിച്ചാൽ അത് ജസ്റ്റ് എൻ്റർ ചെയ്യുക. ആ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോകുന്നത്. മൊബൈൽ ഡേറ്റ ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ആക്കുക. ഇൻസ്റ്റാൾ മീൻസ് ഇത് കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, സ്റ്റോക്ക് ബൈ ആൻഡ് സെല്ല്, മാർക്കറ്റിംഗ് ഇതൊക്കെ വരുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിംഗ് അടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക, മൊബൈൽ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ അടിക്കുക, OTP എടുക്കുക, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൂടി ചോദിക്കുന്നു, ഇമെയിൽ ആയിട്ട് ചോദിക്കും. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുക. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. മേലിൽ ഓപ്പൺ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് KYC കംപ്ലീറ്റ് ആക്കണം. താഴെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കും, ക്യാപ്ച ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുത്ത് OTP ചോദിക്കും, അത് വെരിഫൈ ചെയ്യുക. ഒരു പിന്നോട് സെറ്റ് ചെയ്യുക. ഡിജിറ്റൽ ലോക്കർ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ മേളിൽ ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തിട്ട് അലോ ക്ലിക്ക് ചെയ്യുക. പിന്നെ സെൽഫി ചോദിക്കുന്നുണ്ട്, ഈ സെൽഫിയോടെ കൊടുക്കുക. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക. വീഡിയോ KYC ഇല്ല, ജസ്റ്റ് സെൽഫി മാത്രമേ ഉള്ളൂ. പിന്നെ നോർമൽ ആയിട്ട് ബേസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒക്യുപ്പേഷൻ എന്താണെന്നും ആനുവൽ ഇൻകം വന്നെന്നും ട്രേഡിംഗ് എക്സ്പീരിയൻസ് എന്താണെന്നും. ഓക്കെ, ട്രേഡിംഗ് എക്സ്പീരിയൻസ് നോയ എന്തെങ്കിലും കൊടുത്താൽ മതി. എന്തെങ്കിലും കൊടുക്കുക, അതെല്ലാം കൊടുത്ത് ബേസ് ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കാൻ വരും. അവിടെ നിങ്ങൾ UP അല്ല ബാങ്ക് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്. ജസ്റ്റ് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. കറണ്ട് ആണോ സേവിങ്സ് ആണോ ചോദിക്കുക, അതെല്ലാം കൊടുക്കുക. ആഡ് മണി വരുമ്പോൾ സ്കിപ്പ് അടിക്കുക. ഓക്കെ, ബാക്ക് അടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ താഴെയാണെങ്കിൽ പ്രോ എന്നൊരു സെക്ഷൻ കാണും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ INR വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് മണി ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ റിസ്ക് ഉണ്ട്, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ 120 Rs മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക. വലുതായിട്ടൊന്നും ചെയ്യാൻ നിൽക്കില്ല. 120 Rs മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതാണ്. ഇത് ഡെമോ വീഡിയോ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ UP ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക. സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ നിങ്ങൾ അതിനകത്തോട്ട് റിക്വസ്റ്റ് ചെയ്ത് പേ ചെയ്താൽ മതി. പിന്നെ ഇത് നിങ്ങൾ ആഡ് ചെയ്ത ബാങ്കിലോട്ട് തന്നെ ആയിരിക്കും വിഡ്രോ അടിക്കാൻ പറ്റുന്നത്. വിഡ്രോ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബാക്ക് അടിക്കുക. ഓട്ടോമാറ്റിക് ബാക്ക് ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് എനിക്ക് വേറെ 170 ആഡ് ചെയ്തേക്കുന്നത് അവിടെ തന്നെ വന്നിട്ടില്ലേ. ഇത് ഡെമോ അക്കൗണ്ട് ആണ്. എന്നിട്ട് താഴെ മാർക്കറ്റിംഗ് സെക്ഷൻ ആണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇത് എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നത്. മാർക്കറ്റിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SOL എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇത് കയറുക. ഓക്കെ, ഏതെങ്കിലും കുറഞ്ഞ ഏതെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നോക്കുക, ഇവിടെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഇതല്ലേ വരുന്നത്, വേവ് ഒക്കെ വരുന്നില്ല. താഴെ ബൈ ആൻഡ് സെൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ബൈ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈ ആൻഡ് സെല്ല് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ബാങ്കിലോട്ട് ഡയറക്റ്റ് ക്യാഷ് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, ആ പേയ്മെന്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം സെക്ഷൻ കാണില്ല, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് മൊത്തം വരും. താഴെ ബൈ എന്ന സെക്ഷൻ കാണും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ബൈ പ്രോസസ്സിംഗ് ആയിട്ട് കംപ്ലീറ്റ് ആവും. നിങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സാമ്പിൾ കാണിക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ വെച്ചാൽ ബാക്ക് വരിക. ഒരു മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ബാക്ക് വന്നിട്ട് സെയിം നിങ്ങൾ ഏതാണ് ആ സ്റ്റോക്ക് ബൈ ചെയ്ത് ആ കമ്പനിയുടെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ SOL എന്ന സാധനം, അത് സെല്ലെന്ന ബട്ടൺ കാണാം. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം കംപ്ലീറ്റ് ആക്കണം. അത് മറക്കരുത്. സെല്ലെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് മാക്സിമം സെക്ഷൻ വരും. മാക്സിമം ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സെല്ലാവുന്ന ഫുൾ എമൗണ്ട് ഡയറക്റ്റ് വിഡ്രോ എടുക്കാം കേട്ടോ. അവിടെ സെല്ലെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്തോ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെന്നിട്ട് ജസ്റ്റ് ഓർഡർ ആൻഡ് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ആണ്. അവിടെ വെച്ച് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ട് എന്തോ വേണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 2ാമത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. മറക്കരുത്. ആ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. മീൻസ് UP ആണ് കൊടുത്താൽ മതി കേട്ടോ. GPay നമ്പർ എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. പ്രൊഫൈൽ ചെന്നിട്ട് നിങ്ങൾ ബൈ ആൻഡ് സെൽ ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. 24 hours എടുക്കുന്നേ ഉള്ളൂ. ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ വിഡ്രോ അടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ ചെന്നിട്ട് വിഡ്രോ സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് വിഡ്രോ അടിക്കുക. അപ്പം തന്നെ പേയ്മെന്റ് കിട്ടും. അല്ലെങ്കിൽ 24 hours പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. മറ്റേ ചോദിച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽ വോയിസ് അതിനകത്ത് ഇട്ടേക്കാം. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്, അല്ലാതെ വലുതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ ഡെമോ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ശ്രദ്ധിച്ചു തന്നെ കേട്ടോ. റിസ്ക് ഉണ്ട്. ടെലിഗ്രാം ജോയിൻ ആണ്. ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഒക്കെ അതിനകത്തായിരിക്കും ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ വീഡിയോ വേണ്ടി ചെയ്യണം. ഓക്കെ, ബൈ.